ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ടെറസിൻ്റെ മുകളിൽ നമ്മൾ ഗ്രോ ബാഗിലും ചട്ടികളിലൊക്കെ വയ്ക്കുന്ന ചെടികളുടെ കെയറിങ്ങും അതേപോലെ എങ്ങനെ നമുക്ക് നമ്മൾ ടെറസിൻ്റെ മുകളിൽ ടെറസ് ലീക്കാവാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് ഗ്രോ ബാഗ് സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ ടെറസിൻ്റെ മുകളിൽ ചെടി വയ്ക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ഗ്രോ ബാഗൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പനമ്പാത്തി സെറ്റ് ചെയ്യുന്നൊരു കാഴ്ചയാണ്. അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ചെടികളും അതിൻ്റെ കെയറിങ്ങും ഒക്കെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. കോസ്റ്റസിൻ്റെ ഒരു വെറൈറ്റിയാണ്, നമ്മൾ ചട്ടിയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ തണ്ടുകളൊക്കെ മുറിച്ച് മാറ്റി നടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ബോഗൻവില്ല മഴയൊക്കെ ആയിരുന്നു, ഇപ്പം ഒന്ന് വെയിലായി ഒന്നും കൂടി പൂക്കളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ റോസാ ചെടികൾ നമ്മൾ മഴയത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പഴയൊരു വീഡിയോ ആണിത്. റോസാ ചെടികളൊക്കെ മഴ കൊണ്ട് ഇതേപോലെ കേടായി ഉണ്ടായിരുന്നു, അപ്പം ഒന്ന് ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. നല്ല മഴ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടതുകൊണ്ട് തന്നെ അതിൻ്റെ പൂക്കളൊക്കെ കേടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊരു ചെടിയായാലും അധികം മഴ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പൂക്കളും അതേപോലെ ഇലകളൊക്കെ കേടായി പോകാൻ സാധ്യതയുണ്ട്. ചട്ടിയിലൊക്കെ വെള്ളം പെട്ടെന്ന് തന്നെ കെട്ടി നിൽക്കാനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ചെടികളൊക്കെ നമ്മളൊന്ന് ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടി കേടായി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സൈഡിൽ വെച്ചിട്ടുള്ള നമ്മളെ ബോഗൻവില്ല ആയാലും റോസാ ചെടികളായാലും ഒക്കെ പൂക്കളൊക്കെ പൊഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണിത്. അതേപോലെ തണ്ടുകളൊക്കെ ഒന്ന് മുറിച്ച് കൊടുക്കുക, നമ്മൾ കുറച്ച് വളമൊക്കെ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. മഴയായതുകൊണ്ട് അത് മഴയൊന്ന് മാറിയിട്ട് ചെയ്യാമെന്ന് കരുതി. അതുപോലെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രോ ബാഗൊക്കെ ടെറസിന് മുകളിൽ ഇഷ്ടിക വെച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ മരത്തിൻ്റെയും പനമ്പാത്തിയൊക്കെ വെച്ച് അതിൻ്റെ മുകളിലാണ് ഗ്രോ ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നത്, ഈർപ്പം തട്ടാത്ത രീതിയിൽ. അപ്പം അതൊക്കെ ഒന്ന് കേടായിട്ടുണ്ട്. നമ്മൾ 6 വർഷത്തോളമായിട്ടുണ്ട് നമ്മൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതൊന്ന് മാറ്റി പുതിയ മരത്തിൻ്റെ കഷ്ണങ്ങൾ വെച്ച് നമ്മുടെ ഗ്രോ ബാഗ് അതിൻ്റെ മുകളിലേക്ക് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ ആ മരങ്ങളൊക്കെ എടുത്ത് മാറ്റാനാണ് പോകുന്നത്. നമ്മൾ ഈ നിലത്ത് വെച്ചിട്ടുള്ള ഗ്രോ ബാഗൊക്കെ ഈ ഒരു പനമ്പാത്തീൻ്റെ മുകളിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാം നമ്മൾ മഴയൊന്ന് തോർന്നപ്പം എല്ലാം ഒന്ന് മാറ്റി ഈ ഒരു രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ടെറസിനടിയിൽ ലീക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വൈറ്റ് സിമെൻറ്റൊക്കെ ഇട്ട് അതിന് മുകളിലാണ് ഈ ഒരു ഇഷ്ടികയും പനമ്പാത്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം അത് പഴക്കം കൊണ്ട് തന്നെ അതിൻ്റെ മരങ്ങളൊക്കെ ഒന്ന് ദ്രവിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് മാറ്റി പുതിയ മരത്തിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇനി ഗ്രോ ബാഗ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഡ്രമ്മിലൊക്കെ വെക്കുകയാണെങ്കിൽ 2-3 ഇഷ്ടിക വെച്ച് അതിൻ്റെ മുകളിൽ ഡ്രമ്മ് കയറ്റി വെച്ചാൽ മതിയാവും. പക്ഷേ നമ്മൾ ചാക്കിലും ഗ്രോ ബാഗിലൊക്കെയാണ് ചെടി വയ്ക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഇതുവരെയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ ഗ്രോ ബാഗുകളൊക്കെ താഴേക്ക് ഇറക്കി വയ്ക്കുകയാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടും നമ്മളെ ടെറസിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. അതിൽ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കായ്കളും നമ്മൾ ഇതിന് മുന്നേ കായ്കളൊക്കെ പറിച്ച വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂ വിരിഞ്ഞ് ഉണങ്ങി നിൽക്കുന്ന കുറച്ച് പൂക്കളുണ്ട്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൽ പൂക്കൾ കൊഴിഞ്ഞ് അത് കായ്കളായി മാറിയിട്ടുള്ള അവസ്ഥയിലുള്ളതുമുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് 2 ആഴ്ച മുന്നേ പൂവിട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഷ്ടിക എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ പനമ്പാത്തി എല്ലാം എടുത്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി പുതിയതായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പറഞ്ഞ പോലെ മരത്തിൻ്റെ പനമ്പാത്തിയുടെ കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പനമ്പാത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണുന്ന പനയുടെ മുകളിലുള്ള പനയുടെ ആ മരത്തിൻ്റെ ആ ഭാഗമാണ്, നല്ല കാതലുള്ള ഭാഗമാണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നത്. അതിന് മുകളിലാണ് ഈ ചെടികളും നമ്മൾ ഈ മുളകും ഒക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മൾ പുതുതായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുള്ള പാത്തി. ഇത് നല്ല ഉറപ്പുള്ളത്, നല്ല സ്ട്രെങ്ത്തുള്ളൊരു മരത്തിൻ്റെ പീസ് തന്നെയാണ്. നമ്മളിപ്പം തെങ്ങിൻ്റെയൊക്കെ കഷ്ണങ്ങൾ നല്ല മൂപ്പത്തി തെങ്ങിൻ്റെ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതും നല്ല രീതിയിൽ ഇതേപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇഷ്ടികകൾ നമ്മൾ ലെയറായിട്ട് വെച്ച് 3 ഭാഗത്തായിട്ട് ലെയറായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിന് മുകളിൽ പനമ്പാത്തി വയ്ക്കുന്നത്. അപ്പോൾ അടിയിലേക്ക് ഈർപ്പം അധികം പറ്റാത്ത രീതിയിൽ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ കനം കുറഞ്ഞ ഇഷ്ടിക മതിയാവും. നമ്മൾ നിലത്തുനിന്ന് ഒന്ന് ഉയർന്ന് കിട്ടാൻ വേണ്ടി മാത്രം ഈ ഒരു രീതിയിൽ ആണ് സെറ്റ് ചെയ്യുന്നത്.
ഇഷ്ടിക 3 ഭാഗങ്ങളിലാക്കി അത് 2 സൈഡിലും അതേപോലെ സെൻട്രലിലുമായിട്ട് ഇഷ്ടിക വെച്ച് അതിൻ്റെ മുകളിലേക്ക് പാത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ ചെടി ഇതേപോലെ അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അത് 3-4 കൊല്ലം എന്തായാലും നമുക്ക് ഈ ഒരു മരത്തിൻ്റെ മുകളിൽ ഈ ചെടി സേഫായിരിക്കും. നമുക്ക് ഗ്രോ ബാഗ് കേടാകുകയാണെങ്കിൽ മാറ്റുക എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അടിഭാഗത്ത് ഈർപ്പം വെള്ളം ഇറങ്ങുന്ന അവസ്ഥയൊന്നും വരുന്നില്ല. നമ്മൾ ടെറസിന് വളരെ സുരക്ഷിതമായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ചെടികൾ വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ തെങ്ങിൻ്റെ നല്ല ഉറപ്പുള്ള കഷ്ണങ്ങളാണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ടും നമ്മളെ ഗ്രോ ബാഗുകൾ അതിന് മുകളിൽ വയ്ക്കാവുന്നതാണ്. ടെറസിൽ ഡയറക്റ്റായിട്ട് വെക്കുന്ന സമയത്ത് മഴക്കാലമാകുമ്പോൾ മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ മഴക്കാലത്ത് നമ്മൾ വയ്ക്കാതിരിക്കുക, അത്രേ ചെയ്യാനുള്ളൂ. ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോട്ടുകളോ സിമൻറ്റ് ചട്ടികളൊക്കെ ആണെങ്കിൽ ടെറസിന് മുകളിൽ വയ്ക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ ഈ സിമൻറ്റ് ചാക്കുകളും ഗ്രോ ബാഗുകളൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ടെറസ് എപ്പോഴും വെള്ളം നനവ് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ റൂമുകളായാലും അടിവശത്ത് സ്ലാബിൻ്റെ മുകളിൽ ചെറിയ നനവൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ രീതിയിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ടെറസിൻ്റെ മുകളിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ പച്ചക്കറി കൃഷികളായാലും നമ്മളെ ചെടികളായാലും ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ചിലവ് കുറഞ്ഞതാണ്. എല്ലാ സ്ഥലങ്ങളിലും കിട്ടുമെന്നറിയില്ല. നമ്മളെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഈ പന ലഭ്യമാണ്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഉൾവശത്തെ കാമ്പ് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പുറന്തോടാണ് നമ്മൾ ഇതേപോലെ ഈ ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അതേപോലെ നമ്മൾ മുളകുകളൊക്കെ കുറച്ച് വിളവെടുക്കാൻ പാകമായിട്ടുള്ള മുളക് ചെടികളാണ്. നമ്മളതേപോലെ സെലോഷ്യ ചെടികൾ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. നല്ല മഴയാണ്, എന്നാലും ഇപ്പം 2-3 ദിവസമായിട്ട് വെയിൽ കിട്ടിയതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ ഒന്ന് കാണാൻ ഒരു ഭംഗിയായിട്ട് മാറിയിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് ആയാലും എല്ലാം നമുക്ക് ഈ രീതിയിൽ ടെറസിന് മുകളിൽ തന്നെ കൃഷി ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.